ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 28 വളരെ വലിയൊരു വിശുദ്ധൻ്റെ തിരുനാളാണിന്ന്. തോമസ് അക്വീനാസ്, വിശുദ്ധ തോമസ് അക്വീനാസ്. പാരീസിലെ സർവകലാശാലയിലെ പഠനം പൂർത്തിയാക്കിയ തോമസ് അവിടെ ദൈവശാസ്ത്ര വിഭാഗത്തിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടു. മൊന്തക്കസീനോയുടെ ആബട്ടായി നിയമിക്കാം എന്ന് മാർപ്പാപ്പ വാഗ്ദാനം ചെയ്തത് നിരസിച്ചുകൊണ്ടാണ് തോമസ് അക്വീനാസ് ഈ ചുമതല ഏറ്റെടുത്തത്. പിന്നീട് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ലെമൻ്റ് നാലാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ 1265 മാർപ്പാപ്പയുടെ ദൈവശാസ്ത്രജ്ഞനായി നിയമിച്ചു. തത്വശാസ്ത്രത്തിലെയും ദൈവശാസ്ത്രത്തിലെയും ക്ലാസിക് രചന എന്നറിയപ്പെടുന്ന സുമ്മ തിയോളജിക്ക 1274 കാലയളവിലാണ് തോമസ് എഴുതിയത്. ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും ശക്തമായ മാർഗദർശിയാണിത്. ദൈവത്തിൻ്റെ അസ്തിത്വം, പ്രപഞ്ച സൃഷ്ടി, മനുഷ്യൻ, ക്രിസ്തു, കൂദാശകൾ തുടങ്ങി ക്രിസ്ത്യാനികൾ അറിയാൻ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളുടെയും ഒരു താത്വിക സംഗ്രഹമാണിത്. തത്വജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ട സംഗ്രഹമാണിത്. ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാനുള്ള 5 വഴികൾ തോമസ് നിർദ്ദേശിക്കുന്നുണ്ട്. അവ മാത്രം വർണ്ണിക്കാനായിട്ട് 3600 പേജുകളാണ് തോമസ് എഴുതിയത്. 3500 പേജുകൾ ഈ ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ. അങ്ങനെ തെളിയിക്കാനൊന്നും അത്ര എളുപ്പമല്ല. എന്നിട്ടും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. മറ്റ് മതസ്ഥർ, പ്രത്യേകിച്ച് മുസ്ലിംസുമായി സംവദിക്കേണ്ടി വരുമ്പോൾ പ്രേക്ഷിതർക്ക് ഉപയോഗിക്കാവുന്ന മാർഗദർശിയാണ് തോമസ് അക്വീനാസ് രചിച്ച സുമ്മ കോൺട്ര ജെന്റീലസ്. ഈ ജെന്റീലസ്, ജെൻഡൈൽസ്, പുറജാതിക്കാർ, അവർക്കെതിരെ എന്നാണ് അതിൻ്റെ അർത്ഥം. സുമ്മ കോൺട്ര ജെന്റീലസ്, അവിശ്വാസികളുടെ അബദ്ധങ്ങൾക്കെതിരെ ക്രിസ്തുധർമ്മത്തിൻ്റെ സത്യം. അതാണ് ഈ പുസ്തകം. ഈ അവിശ്വാസികളുടെയും പുറജാതിക്കാരുടെയും അബദ്ധങ്ങൾക്കെതിരെ ക്രിസ്തുധർമ്മത്തിൻ്റെ സത്യം. ഇതൊക്കെ ഇങ്ങനെ സുമ്മ തിയോളജിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഈ എത്രയോ ഷെൽഫുകൾ വേണം അദ്ദേഹം എഴുതി പുസ്തകങ്ങളൊക്കെ എടുത്തു വയ്ക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഒറ്റ കാര്യം നമുക്ക് എളുപ്പത്തിൽ പരിചയമുള്ളൊരു സംഗതി പറയാം. നമ്മൾ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ലത്തിൻ സഭയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, സത്താതീത മാറ്റം. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ അത് വർണ്ണിച്ചത് തോമസ് അക്വീനാസ് ആണ്. 13ാം നൂറ്റാണ്ടിലത്തെ കാര്യമാണ് പറയണേ. ഇപ്പോഴും 1ാമത്തെ സൂനോദോസിൽ സുമ്മ തിയോളജിക്ക് ആയിരുന്നു ഈ സൂനോദോസിൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്നത്. 2ാം സൂനോദോസിലാണ് അതെല്ലാം മാറ്റിയിട്ട് ബൈബിൾ വെച്ചത്. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ താത്വിക ജ്ഞാനം വളരെ വലുതാണ്. അപ്പോൾ അത് വെച്ചിട്ട് സഭയുടെ ഈ ക്രിസ്തുവിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ സഹായിക്കുമെന്ന് കരുതിയിട്ടാണ് 1ാമത്തെ സൂനോദോസിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മേശപ്പുറത്ത് വെച്ചിരുന്നത്. അനേകം അലമാരികൾ വേണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നമുക്കൊന്ന് ഇത് വെക്കണമെങ്കിൽ. ഈ ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ദൈവശാസ്ത്രജ്ഞനും താത്വികനൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം പറയാണ്, ദൈവസ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ എഴുതിയതൊക്കെ ചവറാണ്. ദൈവസ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ എഴുതി കൂട്ടിയതെല്ലാം ചവറാണ്. ദൈവത്തിൻ്റെ ഭോഷത്വമാണ് മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ നല്ലതെന്ന് പൗലോസ് പറയുന്നത് എത്രയോ ശരി. ദൈവത്തിൻ്റെ ബലഹീനതയാണ് മനുഷ്യരുടെ ശക്തിബലത്തെക്കാൾ നല്ലത്. ഇവിടെ ഞാൻ വീണ്ടും ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലയളവിൽ പ്രശ്നമുണ്ടല്ലോ. ഞങ്ങൾ ഒറ്റക്കെട്ട്, 400 വൈദികരും 4 ലക്ഷം ജനങ്ങളും ഒറ്റക്കെട്ടെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യരുടെ ശക്തിയിൽ വിശ്വസിക്കുകയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായി മുന്നേറ്റക്കാരും. അവരുടെ കൂടി ആളുകളൊന്നും ഇല്ല, എങ്കിൽ പോലും അവരങ്ങനെ ഊറ്റം കൊള്ളുന്നു. ഈ മനുഷ്യരുടെ ശക്തിബലത്തെക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ ബലഹീനത. അവനവിടെ ഈ 33 പേര് ആഭിചാര കുർബാന ചൊല്ലിയപ്പോൾ ഒരേ ഓസ്തി ഉപയോഗിച്ചിട്ട് എത്രയോ 16 കുർബാനയോ 20 കുർബാനയോ 30 കുർബാനയോ ചൊല്ലിയപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോഴും അവൻ ബലഹീനത സഹിക്കുകയാണ്. ഒരു ദിവസം ഇതെല്ലാം അവർക്ക് തിരിച്ചടിക്കും. അത് അവൻ്റെ വൈരാഗ്യമല്ല, സ്നേഹത്തെ നിരാകരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അവർ സ്വയം വരുത്തി വയ്ക്കുന്ന ശാപമാണ്. അതുപോലെ തന്നെ ഒരു ഒരുക്കവുമില്ലാതെ ബസിലിക്കയിൽ ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയുടെ മുറ്റത്ത് ഒരു മേശ വലിച്ചിട്ട് മൂത്രപ്പരയുടെ മുമ്പിൽ കുർബാന ചൊല്ലി. എന്തൊരു വലിയ ബലഹീനതയാണ് ദൈവം അനുഭവിക്കുന്നത്, അവൻ്റെ ബലഹീനത. ഇവരിങ്ങനെ സംഘടിത ശക്തിയുമായിട്ട് ഞങ്ങൾ കുർബാന അർപ്പിക്കും, ആ വൈരാഗ്യ ബുദ്ധിയോടെ കുർബാന അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലഹീനത വീണ്ടും വെളിപ്പെടുകയാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ ബലഹീനതയാണ് ഏറ്റവും വലുത്. അത് തിരിച്ചറിയാൻ കുറച്ച് കാലങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കണം. ദൈവസ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ പോലും ചവറാണ്. അപ്പോൾ ഈ തെമ്മാടിത്തരങ്ങളോ? അതിനാൽ നമുക്ക് ഈ ദൈവസ്നേഹത്തിൽ വളരാൻ, ഈ ദൈവസ്നേഹമില്ലാത്തതാണ് വിമത വൈദികരുടെ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവസ്നേഹത്തിൽ വളരാത്തതാണ്
ഈ അൽമായ മുന്നേറ്റക്കാരുടെ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്കും നമുക്കും ദൈവസ്നേഹത്തിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ തോമസ് അക്വീനസിൻ്റെ മധ്യസ്ഥം കൂടി നമുക്കൊന്ന് ചോദിക്കാം. കർത്താവിൻ്റെ അല്ലേ മധ്യസ്ഥം തീർച്ചയായിട്ടും ഉണ്ട്. വിശുദ്ധനോടൊന്ന് പറയാം, ഈ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഈ എറണാകുളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊന്ന് ആവശ്യപ്പെടാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.